സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. മുനമ്പത്ത് കേന്ദ്രമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടാകാത്തതിൽ സമരസമിതിക്ക് അതൃപ്തി. ആശയക്കുഴപ്പം മാറാതെ മുനമ്പം നിവാസികൾ സമരം തുടരുന്നു. മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് വൈകിട്ട് കോഴിക്കോട്. നിയമ ഭേദഗതിക്കെതിരായ 10 ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. കാട്ടാനക്കലി 2 ജീവനെടുത്ത അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താൽ. പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിനോദസഞ്ചാരികളെയും തടയും. ജീവിക്കാൻ വഴി തേടി മുതലപ്പുഴക്കാരുടെ പ്രതിഷേധം തുടരുന്നു. അഴിമുഖത്ത് കുടിൽ കെട്ടി സമരം തുടങ്ങും. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസും ഉപരോധിക്കും. പോം വഴി ആലോചിക്കാൻ മന്ത്രി സജി ചെറിയാൻ വിളിച്ച ചർച്ചയും ഇന്ന്. നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം നൽകിയതിനെതിരെ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി ഇഡി ഓഫീസിലേക്ക് മാർച്ച്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ കുറ്റപത്രം. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന പകപോക്കലെന്ന് വിമർശനം. കടുംപിടുത്തം വിടാതെ VS ജോയിയും ആര്യാടൻ ഷൌക്കത്തും. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ തലവേദന. സമവായമുണ്ടാക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ. ഇന്ന് KPCC എക്സിക്യൂട്ടീവ് പ്രത്യേക സമിതി യോഗങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസിൽ ഇഡി നടപടികൾ. SFIO കുറ്റപത്രം പരിശോധിച്ച ശേഷം CBI അന്വേഷണം വേണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസ് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ ഗൂഢാലോചനയെന്ന് KM എബ്രഹാം. അന്വേഷണം വേണമെന്ന മുഖ്യമന്ത്രിക്ക് കത്ത്. കരുനാഗപ്പള്ളിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മയും 2 മക്കളും മരിച്ചു. കോട്ടയത്തെ അഭിഭാഷകയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ കേസെടുത്ത് പോലീസ്. ഭർത്താവിനോടും ബന്ധുക്കളോടും വിവരങ്ങൾ തേടി. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കളുടെ മൊഴി. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള 10 ഹർജികൾ പരിഗണിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് നടക്കും. വൈകിട്ട് 3-ന് കോഴിക്കോടാണ് മഹാറാലി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പങ്കെടുക്കും. റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം നിവാസികൾ നടത്തുന്ന സമരം തുടരുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തോടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് മുനമ്പം നിവാസികൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രഖ്യാപനം ഉണ്ടായില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. ER രാഗേഷ്, നവമി ദിനേശ്, MS അനീഷ് കുമാർ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ER രാഗേഷിലേക്കാണ് നമ്മൾ പോകുന്നത്. ER, ഗുഡ് മോർണിംഗ്. ഇന്ന് 10 ഹർജികളാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരായുള്ളത് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നത്. ഈ ഹർജികളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെയാണ്? നവമി, വഖഫ് നിയമത്തിന് ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും വഖഫ് നിയമത്തിനെതിരെ ഒരു കൂട്ടം ഹർജികളാണെന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും മുസ്ലിം ലീഗിന്റെ ഹർജിയുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഹർജിയുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സമസ്ത അടക്കമുള്ളവർ ഈ ഹർജിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലീഗ് സമർപ്പിക്കും മുമ്പ് തന്നെ സമസ്ത ഈ ഹർജി നൽകിയിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ഹർജികൾ ഇതിനോടകം തന്നെ 10 ഹർജികൾ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികളും സമാനമായ രീതിയിൽ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിലൊന്ന് CPM ആണ്, 2 CPI ആണ്, ഒപ്പം തന്നെ YSR കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഹർജികളുമാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ വരുന്നത്. ഏതായാലും 2 മണിക്ക് ശേഷമാണ് ഈ ഹർജി പരിഗണിക്കുക. പ്രധാനമായും ഈ
ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണ്, അതിലെ പല വ്യവസ്ഥകളും എന്ന വാദമാണ് ഉന്നയിക്കുക. പ്രത്യേകിച്ച് ഈ ട്രൈബ്യൂണലിൽ മറ്റു മതസ്ഥരെ അടക്കം ഉൾപ്പെടുത്താനുള്ള തീരുമാനമാണ് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. അതെല്ലാം തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണെന്നാണ് ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ഒരു തടസ്സ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ. കാരണം കേന്ദ്ര സർക്കാർ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അങ്ങനെ ഒരു ഉത്തരവിലേക്ക് കോടതി പോകുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു വിശദമായ വാദത്തിലേക്ക് കടക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഈ കേസിന്റെ അല്ലെങ്കിൽ വഖഫ് നിയമം ഇതിനോടകം തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു, രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നു. ഈ രണ്ട് സഭകളും ഈ ബില്ല് പാസ്സാക്കിയതിന് പിന്നാലെ രാഷ്ട്രപതി അത് ഒപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ നിയമമായി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായിരിക്കും അതിന്റെ തുടർ നടപടികൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കേസ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഏതായാലും 6 സംസ്ഥാനങ്ങൾ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേരാൻ കൂടി അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്രയുണ്ട്, ഹരിയാനയുണ്ട്, ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ 6 സംസ്ഥാനങ്ങൾ ഇതിലെ കക്ഷി ചേരാൻ കൂടി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിലും ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും 2 മണിക്ക് ശേഷമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. ആര്യ, തീർച്ചയായും രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പുതിയ നിയമത്തിനെതിരായിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. മുനമ്പത്ത് നിന്ന് നവമി ദിനേശ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, നമുക്കറിയാം ഈ പുതിയ നിയമം ഭേദഗതി വന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലായിരുന്നു മുനമ്പത്തെ ആ പാവപ്പെട്ട ജനങ്ങൾ. അവർ ഒരുപാട് പ്രതീക്ഷിച്ചു, അവരുടെ ഭൂമി അവർക്ക് തിരികെ കിട്ടുമെന്നുള്ള, എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ള വലിയ ആശ്വാസത്തിലൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്നു പറഞ്ഞു കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല, അവർ നിയമ പോരാട്ടം തുടരേണ്ടി വരും, മുൻ പ്രാബല്യം ഈ വിഷയത്തിൽ അവർക്ക് കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ പറയാനാകില്ല എന്നുള്ളത്. നിരാശയുടെ ഒരു വലിയ പടുകുഴിയിലേക്കല്ലേ അവരെ തള്ളിവിട്ടിരിക്കുന്നത്. ഇനി എങ്ങനെ നീങ്ങാനാണ് സമരസമിതിയുടെ ആലോചന? ആര്യ, എന്തായാലും മുനമ്പത്ത് സമരം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ആ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ്. ആ നിരാഹാര സമരം രാപ്പകലില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. അതിനിടയിൽ ഇന്നലെ കിരൺ റിജിജു മുനമ്പത്തെത്തുന്നു എന്നറിഞ്ഞതോടെ വലിയ സന്തോഷത്തിലായിരുന്നു. അവരുടെ റവന്യൂ അവകാശങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ച് കിട്ടും, അവർക്ക് നൽകിയ വാക്ക് അത് ഉടനെ തന്നെ പാലിക്കും എന്ന വിശ്വാസത്തിലായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി അവിടെ എത്തി. അവരാദ്യം ചോദിച്ചത് എന്നാണ് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കുമെന്നതാണ്. പക്ഷെ അതിലൊരു കൃത്യമായ ഉത്തരം പറയാൻ കേന്ദ്രമന്ത്രിക്ക് പോലും കഴിഞ്ഞില്ല. നിയമ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി തന്നെ ഇരിക്കുന്നു, സുപ്രീം കോടതിയെ വരെ സമീപിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യം മാത്രമാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. പക്ഷേ അപ്പോഴും കേന്ദ്രമന്ത്രിയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഇവർക്കൊപ്പം തന്നെ ഉണ്ടാകും. ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കും, അതുവരെ സർക്കാരും BJPയും ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന വാക്ക് മാത്രമാണ് കൊടുത്ത് മടങ്ങിയത്. പക്ഷെ അവർക്ക് ചെറിയ നിരാശയുണ്ട്. ഇന്നലെ വലിയ പ്രതീക്ഷയിലായിരുന്നു സമരം ഉടനെ തന്നെ അവസാനിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ആ മുനമ്പൻ നിവാസികൾ. പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് അവരെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി തുടക്കത്തിൽ തന്നെ ഈ വഖഫ് ബില്ല് പാസാക്കിയ സമയം മുതൽ തന്നെ മുനമ്പൻ നിവാസികൾ വലിയ സന്തോഷത്തിലായിരുന്നു. അവിടെ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഈ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം അടക്കമുള്ളവർ അവരോട് പറയുന്ന കാര്യമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കി എന്നതുകൊണ്ട് മുനമ്പൻ നിവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കില്ല, അത് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാർ അത് കൃത്യമായി നിലപാടെടുക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷം അടക്കം ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും മുനമ്പൻ നിവാസികൾ ഇത് കാര്യമായി എടുത്തില്ല. അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത് ഈ ബില്ല് ഭേദഗതി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ബില്ല് പാസ്സാക്കുന്നതിലൂടെ അവരുടെ അവകാശങ്ങൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നായിരുന്നു. പക്ഷെ അതിൽ ചെറിയൊരു നിരാശ മുനമ്പൻ നിവാസികൾക്കുണ്ട്. എങ്കിൽ പോലും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെ ഉറച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടി
മുന്നിലുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ഇന്നലെ അവിടെ എത്തി. ഒപ്പം ഒരു കാര്യം കൂടി മുനമ്പ നിവാസികൾ ചോദിച്ചിരുന്നു. ഇനി ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി പാസ്സായ ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കോടതിയിലടക്കം നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന ചോദ്യത്തിന് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർക്ക് മറുപടി നൽകാം. ഇത് ഇവരുടെ മുനമ്പ നിവാസികളുടെ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ഈ ബില്ല് അത് പാസ്സായി ഈ ബില്ലിലെ ഭേദഗതികളും ഒക്കെ ആയിട്ട് ഒത്തുവെച്ച് പരിശോധിച്ച ശേഷം അവർക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിശദമായ മറുപടി നൽകാമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. പക്ഷെ മുനമ്പ നിവാസികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷ ഒരു പാതി മങ്ങി എന്ന് തന്നെ പറയാം. പക്ഷെ അവർ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല. ആ സമരം അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നിയമ നടപടികളുമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചപ്പോൾ പോലും അവർ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് അതിനെ ഹൈക്കോടതി അടക്കം അതിൻ്റെ ഒരു സാധ്യത തള്ളിക്കളഞ്ഞപ്പോഴൊക്കെ വലിയ നിരാശയാണെങ്കിൽ പോലും അവർ ഈ കേന്ദ്രത്തെയും ഈ വഖഫ് ബില്ലിനെയൊക്കെ വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ്. പക്ഷേ അതെല്ലാം വീണ്ടും അവരെ നിരാശയിലേക്കാണ് എത്തിച്ചത്. എങ്കിൽ പോലും സമരവുമായി മുന്നോട്ട് പോകും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പറയുന്നു. കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്ന വാക്കും അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് മുനമ്പത്തെ വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു ആ ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഉടനടി അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എന്നാലും പോരാട്ട വീര്യം കൈവിടാതെ മുന്നോട്ട് പോകാൻ സമരവുമായും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് നടക്കുകയാണ്. വൈകിട്ട് 3-ന് കോഴിക്കോടാണ് റാലി നടക്കുന്നത്. അനീഷ്, ഈ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ ഈ പൊതുജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലൊരു പ്രക്ഷോഭം ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി നടത്തുക എന്ന ലക്ഷ്യത്തോടെയല്ലേ മുസ്ലിം ലീഗിന്റെ റാലി ഇന്ന് നടക്കുന്നത്? വലിയ ജനപങ്കാളിത്തം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും വലിയ ജനപങ്കാളിത്തമാണ് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രാദേശിക തലങ്ങളിൽ പോലും വലിയ റാലികളും വാഹന പര്യടനവും ഒക്കെ നടത്തി അവിടെ നിന്നൊക്കെ ആളുകളെ ഈ വഖഫ് നിയമത്തെക്കുറിച്ച് പരമാവധി ബോധവാന്മാരാക്കിയ ശേഷം അത് ഏത് തരത്തിലാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള വലിയ പ്രചാരണം മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് വലിയ റാലി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കും. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ അണിനിരന്നുള്ള ഏറ്റവും സമാധാനപരമായ വഖഫ് പ്രതിഷേധ പരിപാടി കോഴിക്കോട്ടേതായിരിക്കും എന്നാണ് ലീഗ് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി നിൽക്കുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വരെ, അതായത് ഈ വഖഫ് ബില്ല് പാസ്സായ ദിവസം മുതൽ തന്നെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ വഖഫ് നിയമം പാസ്സായതുകൊണ്ട് മാത്രം ഈ മുനമ്പത്തടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ വരാൻ കഴിയുന്നില്ല. അവർക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പെട്ടെന്നൊരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ മുൻപ് സമരക്കാരും BJP നേതാക്കളും ഒക്കെ പറയുന്നത് ഈ വഖഫ് നിയമത്തിലൂടെ മുനമ്പുകാരുടെ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴും കോടതിയുടെ കോർട്ടിൽ തന്നെയാണ് പന്തുള്ളത്. കോടതിക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ കേസിന്റെ നടപടികളിൽ പൂർണ്ണ സമയം ഇരുന്ന് ആ വാദം കേൾക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. ഒപ്പം 21 മുതൽ ഈ വാദം വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. ആ വാദങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും രേഖകളൊക്കെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൈമാറിയ ശേഷം അത് പരിശോധിച്ച് മാത്രമാവും ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. അതിലും ഈ ചില സ്റ്റേ പോലുള്ള നടപടികളുണ്ട്. അതുകൊണ്ട് വാദം പൂർത്തിയാക്കിയാലും വിധി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി അനുകൂലമായോ പ്രതികൂലമായോ വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും ഒരു വിധി എത്തിയാൽ പോലും അതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുക. ഹൈക്കോടതിയിൽ വീണ്ടും ഒരു സിവിൽ വ്യവഹാരം എന്ന രീതിയിൽ വാദം നടക്കുക, പ്രതിവാദം നടക്കുക, ഇതിനൊടുവിൽ വിധി പറയുക. ഇതിനൊക്കെ ശേഷം മാത്രമാവും മുനമ്പത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും മുസ്ലിം ലീഗ് അടക്കം ഇക്കാര്യമാണ് നേരത്തെ മുതൽ പറഞ്ഞിരുന്നത്. അക്കാര്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഇന്നലെ ഒന്ന് അടിവരയിട്ട് ഒരു കാര്യങ്ങൾ ഉറപ്പിക്കുക കൂടി ചെയ്തതോടുകൂടി ഈ സമരക്കാർക്ക് പുതിയ ആവേശം ലഭിച്ചിട്ടുണ്ട് കൃത്യമായും. കാരണം ലീഗിന്റെ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഇന്നലെ തന്നെ ഇക്കാര്യം പറഞ്ഞ് രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ലീഗ് റാലിയുടെ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ലീഗിന്റെ മുഴുവൻ നേതാക്കളും ഇന്നത്തെ റാലിയിൽ
പങ്കെടുക്കുന്നുണ്ട്. ഒരു വശത്ത് നിയമ പോരാട്ടം സുപ്രീം കോടതിയിലടക്കം സജീവമാക്കി മുസ്ലിം ലീഗ് നിർത്തുന്നുണ്ട്. മറുവശത്താണ് ജനങ്ങളെ അണിനിരത്തി ഈ നിയമത്തിനെതിരെ പോരാടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഈ റാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം പഞ്ചാബിലെ PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീത് സിംഗ് രാജ വാറിംഗ് ആയിരിക്കും മുഖ്യാതിഥി. അദ്ദേഹം വഖഫ് ബില്ലിനെതിരെ ലോക്സഭയിൽ പാർലമെന്റിൽ നടന്ന ഈ ചർച്ചയിൽ വലിയ തോതിൽ ശക്തമായി ഇതിനെതിരെ വാദിച്ച ഒരു ആൾ കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അമരീത് സിംഗ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീന്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ റാലിയുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ എന്നിവയൊക്കെ കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ ഇങ്ങനെ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്നത്തെ ഈ മഹാറാലിയിൽ അണിനിരക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഭാഷ തന്നെ കടമെടുത്താൽ ഇന്ത്യയിൽ ഇതുവരെ ഈ വഖഫ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ റാലിക്കാണ് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആര്യ, യെസ്, അതാണ് MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംഗമമാക്കി മാറ്റാൻ, പ്രതിഷേധമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് നടക്കുന്ന ഈ റാലി മാറ്റാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. കാട്ടാന ആക്രമണത്തിൽ 2 ദിവസത്തിനിടെ 3 പേർ കൊല്ലപ്പെട്ട അതിരപ്പിള്ളിയിൽ ഇന്ന് ഹർത്താൽ. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ നടക്കുന്നത്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഈ ഹർത്താലിന് എല്ലാ പാർട്ടികളുടെയും പിന്തുണയുണ്ട്. ജനകീയ ഹർത്താലാണ് നടക്കുന്നത്. അവരെ സംബന്ധിച്ച് സാധാരണക്കാരായുള്ള ജനങ്ങൾ അവരുടെ ഭീതിയോടെയാണ് ജീവിക്കുന്നത്. 2 ദിവസത്തിനിടെ 3 പേർ മരിക്കുന്ന സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഭീതിതമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താല് സമാധാനപൂർണ്ണമായി തന്നെ തുടരുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ്. എല്ലാ പാർട്ടികളും ഒന്നിച്ചു ചേർന്നുള്ള ഒരു ജനകീയ ഹർത്താലാണ് അതിരപ്പള്ളി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം, ഇത്തരത്തിൽ ആദിവാസി സമൂഹങ്ങളാണ്, അവർ കനി തേടി കാട്ടിനുള്ളിൽ പോകുന്നതാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക, അല്ലെങ്കിൽ സുരക്ഷാ ബോർഡുകൾ അവിടെ സ്ഥാപിക്കുക, അവിടെ കാട്ടിനുള്ളിൽ ആനകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ആദിവാസികളെ അറിയിക്കുക എന്ന ഒരാവശ്യം. അതോടൊപ്പം തന്നെ RRT സംഘത്തിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം അത് ഉറപ്പുവരുത്തുക. ഇപ്പോഴൊക്കെ ഒരപകടം പറ്റുമ്പോൾ മാത്രമാണ് വനപാലകരടക്കം അവിടെ എത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമോ സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ ആളുകൾക്കുള്ള മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനമായിരുന്നു ഇന്നലെ അവിടെ എത്തിയ ഈ മരിച്ച 2 പേരുടെയും കുടുംബങ്ങളും ഒപ്പം കോൺഗ്രസ് നേതാക്കളടക്കം അവിടെ എത്തി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ മരിച്ച സമയത്ത് ഈ സതീഷും അംബികയും മരിച്ച സമയത്ത് പോലും വനം വകുപ്പ് ഇറക്കിയ കുറിപ്പിൽ പോലും കൃത്യമായിട്ട് ഇതൊരു ഈ കാട്ടാന ആക്രമണമാണെന്ന് പറഞ്ഞിരുന്നില്ല. അതിൽ പോലും ചില ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ഒരു നടപടികളിലേക്ക് വനം വകുപ്പ് പോയതൊക്കെ വലിയ വിമർശനത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലടക്കം ഇത് കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണ് ഈ സതീഷ് കൊല്ലപ്പെട്ടതെന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിൽ പോലും വനംവകുപ്പ് കൃത്യമായിട്ടുള്ളൊരു മറുപടി നൽകുവാൻ തയ്യാറായിരുന്നില്ല. ഇവർ പലപ്പോഴും ഈ കാട്ടിനുള്ളിൽ പോകുന്നവരാണ്, അവരുടെ ഉപജീവന മാർഗമാണ്, മറ്റൊരു മാർഗം ഇവർക്കില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകേണ്ടത് അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. അത് അതിരപ്പള്ളിയിൽ മാത്രമല്ല, നമ്മൾ കോതമംഗലത്തും അല്ലെങ്കിൽ പാലക്കാടുമൊക്കെ കണ്ടതാണ്. കാടിറങ്ങി വന്ന് ആന മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം, ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, പരിക്കുകളേക്കുന്ന സാഹചര്യത്തിൽ പോലും വനം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ കാര്യക്ഷമമല്ലാതെ ഒരു ജീവന് ഒരു നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുക എന്ന അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കാം എന്നൊരു നടപടികളിലേക്ക് വനം വകുപ്പ് പോകുന്നില്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് വഴിവെച്ച സാഹചര്യമാണ്.
എന്തായാലും വനം വകുപ്പ് മന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം ഇതിനെന്താണ് പ്രതികരണം തരുന്നതെന്ന് കാത്തിരിക്കുകയാണ്. ഇവർക്ക് ഇന്നലെ നഷ്ടപരിഹാരം 2 കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ നൽകുമെന്നാണ് DFO അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചാൽ പോലും അത് കൃത്യമായി കുടുംബങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അതിരപ്പള്ളിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവർക്ക് എത്രയും വേഗം ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന ഒരു നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുക, വനപാലകരുടെ അല്ലെങ്കിൽ RRT ടീമിന്റെ ഒരു ശക്തമായി തന്നെ അവരുടെ ഒരു കാര്യക്ഷമമാക്കുക, അവരുടെ പരിശോധനകളും അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളും ഒക്കെ കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഈ ഹർത്താൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ. തീർച്ചയായും. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സെബാസ്റ്റ്യൻ, സതീശൻ, അംബിക അങ്ങനെ 3 പേരാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ അതിരപ്പള്ളിയിൽ മാത്രം കൊല്ലപ്പെട്ടത്. കാട്ടാനയുടെ ആക്രമണത്തിൽ അമ്മ അംബികയെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് 3 പെൺമക്കൾ. എപ്പോൾ വേണമെങ്കിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് ജീവിക്കുകയാണിവർ. ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്നിട്ട് രാവിലെ അറിയണത് ഇല്ല. 20, 17, 12 വയസ്സുകൾ മാത്രമുള്ള 3 പെൺകുട്ടികൾ. വിഷുസദ്യ കഴിച്ച് കാട്ടിൽ തേനെടുക്കാൻ പോയതാണ് അച്ഛൻ രവിയും അമ്മ അംബികയും. രാവിലെ അറിയുന്നു അമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന്. അച്ഛൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലും. കാട്ടാനപ്പേടിയിൽ ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാട്ടാനകൾ കൂടിയ കാരണം ഇപ്പം ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. പുഴയിൽ പോകാനോ അല്ലെങ്കിൽ വിറകിന് പോകാനോ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. വിറകിന് പോകണമെങ്കിൽ തന്നെ ആനേനെ പേടിക്കണം. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുകയല്ലാതെ മറ്റു വഴികളില്ല ഇവർക്ക്. ഇവിടം വിട്ടാൽ വേറെ എങ്ങോട്ടു പോകാൻ? വനം വകുപ്പും വനപാലകരും പേരിന് മാത്രം. ആനക്ക് വല്ല പറ്റിയതുകൊണ്ട് ഒരു മുന്നേ ചോദിക്കണത്. ജീവന് വിലയില്ല, ആദിവാസിയല്ലേ. ജീവന്റെ വിലയായി നൽകുന്ന നഷ്ടപരിഹാര തുകയല്ല, മറിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ജനപ്രതിനിധികളെയും ഒരു ഭരണ സംവിധാനത്തെയുമാണ് ഇവർക്ക് ആവശ്യം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 അതിരപ്പള്ളി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാൻ കോൺഗ്രസ്. സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ട VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും കടുംപിടുത്തം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന KPCC എക്സിക്യൂട്ടീവിന് പിന്നാലെ പ്രത്യേക സമിതി യോഗം ചേരുമെന്നാണ് സൂചന. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. UDF-ൽ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി എന്നീ 2 പേരുകളിലാണ് ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രരെ മുൻനിർത്തിയുള്ള പരീക്ഷണത്തിനാണ് LDF ആലോചിക്കുന്നത്. ആദ്യം നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതിന്റെ കോൺഗ്രസ് നീക്കങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ട് കണ്ടുവരാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസ് സജീവമാക്കുന്നത്. സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച DCC അധ്യക്ഷൻ VS ജോയിയും മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥി കൂടിയായ ആര്യാടൻ ഷൗക്കത്തും സീറ്റിനു വേണ്ടി അവകാശവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തർക്കങ്ങൾ ഒഴിവാക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സമിതിയെ നിയോഗിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ തുടങ്ങിയവരാകും സമിതി അംഗങ്ങളെന്നാണ് സൂചന. അൻവറിന് മുൻപിൽ തോൽക്കാതിരിക്കാൻ LDF കടുത്ത പോരാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും അനൌദ്യോഗികമായി സ്വന്തം നിലയ്ക്ക് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായി പ്രാദേശിക നേതൃത്വത്തിന് കൂടി സ്വീകാര്യതയുള്ള പൊതുസമ്മതനെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ടതായാണ് വിവരം. ഈ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് സമിതിയെ നിയോഗിക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. CV അനുമോദും ഡാൻ കുര്യനും നമുക്കൊപ്പം ചേരും. ആദ്യം മലപ്പുറത്ത് നിന്ന് CV അനുമോദ്. ഗുഡ് മോർണിംഗ്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം തന്നെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക UDF ആയിരിക്കും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള അവരുടെ പ്രഖ്യാപനം. പക്ഷേ അതിലേക്ക് അത്ര വേഗം എത്താൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ സാഹചര്യം. ഏറ്റവും ജനസമ്മതിയുള്ള ആളെ കണ്ടെത്താനുള്ള
നീക്കത്തിലാണോ ഇപ്പോൾ UDF നേതൃത്വമുള്ളത്? എങ്ങനെയാണ് ആലോചനകളൊക്കെ പുരോഗമിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം എന്തായാലും കോൺഗ്രസിന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാവില്ല എന്നുള്ളത് ഒരു നിലവിലെ സാഹചര്യത്തിൽ വസ്തുത തന്നെയാണ്. കാരണം രണ്ട് പേരുകളിൽ ഈ ഒരു ചർച്ചകളൊക്കെ വഴിമുട്ടി നിൽക്കുകയാണ്. VS ജോയി, അരുൺ ഷൗക്കത്ത്. രണ്ടുപേരെയും പിണക്കാതെ രണ്ടുപേരെയും വിശ്വാസത്തിലെടുത്ത് എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന വലിയ ഒരു വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ. അരുൺ ഷൗക്കത്ത് നമുക്കറിയാം, കാലങ്ങളായിട്ട് നിലമ്പൂരിൽ ഏറെ വേരുകളുള്ള, നിലമ്പൂരിൻ്റെ തന്നെ നേതാവായ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരുന്നു. ഒരു തവണ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി. അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് നിലമ്പൂരിൽ സുപരിചിതമാണ്. VS ജോയി അവിടെ നിലമ്പൂർ സ്വദേശി തന്നെ, DCC അധ്യക്ഷനാണ്, യുവ നേതാവാണ്, ജനകീയനാണ്. അങ്ങനെ VS ജോയിയെ അനുകൂലിക്കുന്നവർക്ക് മുമ്പിലും ഒരുപാട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകുന്ന ന്യായമാണ്. അതിനൊപ്പം തന്നെ PV അൻവറിൻ്റെ പിന്തുണയും VS ജോയിക്കാണ് പൂർണ്ണമായും ലഭിക്കുക എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകളിൽ ആര് എന്നുള്ളതിലാണ് തർക്കം. പ്രധാനമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ മുനമ്പം വിഷയവും അതുപോലെ തന്നെ ഈ ക്രിസ്തീയ വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ VS ജോയിക്ക് അത്തരത്തിലൊരു സാധ്യതയുണ്ട് എന്ന് VS ജോയി അനുകൂലിക്കുന്നവർ പറയുന്നു. അതേസമയം അരുൺ ഷൗക്കത്താണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും, സംഘടനയുടെ വോട്ട് പൂർണ്ണമായിട്ടും ഒപ്പം നിൽക്കുമെന്ന് പറയുന്നു. അപ്പോഴും PV അൻവറിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും ലഭിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ലേ എന്ന ചോദ്യം ഇതിന് പാർട്ടിക്കുള്ളിൽ തന്നെ, മുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ആരെയും ഇണക്കാനും പിണക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ, മാത്രമല്ല ഒരുപക്ഷെ VS ജോയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അരുൺ ഷൗക്കത്ത് പാർട്ടിക്ക് വിധേയനാകാതെ നിൽക്കുമോ, അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുവരെ ആശങ്കപ്പെടുന്നുണ്ട്. ഇടതുപക്ഷമാവട്ടെ സ്വതന്ത്രന്മാരെ മുൻനിർത്തിയുള്ള പരീക്ഷണത്തിന് കാത്തിരിക്കുകയാണ്. അരുൺ ഷൗക്കത്ത് തന്നെ ഒരുപക്ഷെ വന്നാൽ പോലും അവർക്ക് അത് അത്ഭുതപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല. അവരുടെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ഒരു ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് പുറമേക്ക് പറയുന്നതെങ്കിൽ പോലും. അപ്പോൾ ഇടതുപക്ഷം അവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെയാണ്. പക്ഷേ അത് UDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമേ പ്രഖ്യാപിക്കുകയുള്ളൂ. ആ UDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇടതുപക്ഷം അതിലേക്ക് കടക്കൂ എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടുള്ള വിവരം. അത് പല പേരുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. U ഷറഫ് അലി, അതുപോലെ തന്നെ മാത്യു സെബാസ്റ്റ്യൻ, അതേപോലെ DYF നേതാവായ ഷബീർ, ഇവരുടെയൊക്കെ പേരുകൾ ഉയരുന്നുണ്ട് സജീവമായിട്ട്. എങ്കിലും അരുൺ ഷൗക്കത്ത് തന്നെ അവിടെ UDFലെ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്ന അവസ്ഥ വന്നാൽ ഇടതുപക്ഷം പിന്തുണയ്ക്കാൻ മടിക്കില്ല എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിലവിൽ UDFനെ സംബന്ധിച്ച് VS ജോയി, അരുൺ ഷൗക്കത്ത്, ഈ രണ്ട് പേരുകൾ മാത്രമാണ് ഉള്ളത്. ഒരു തരത്തിലും പാർട്ടിക്കുള്ളിലും മുന്നണിക്കും ഒരു ബാധ്യതയാകാതെ, പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ നേതൃത്വമുള്ളത്. സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരും ഒരു വിഭാഗം ഉറപ്പ് തന്നെയാണ്. അവരെ കൂടി പരിഗണിച്ച്, അവരെ കൂടി ഉൾക്കൊണ്ട് അവരെ കൂടെ നിർത്തി കൊണ്ടുപോകാനുള്ള സാധ്യതകളാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം തേടുന്നത്. മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യത്തിൽ എന്നതും വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ആര്യ, തീർച്ചയായും അനുമോദം തുടരുക. ഡാൻ കുര്യനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഡാന, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സെമി ഫൈനൽ എന്ന് വേണം ഇതിനെ കരുതാൻ. അത് UDF അത്രത്തോളം പ്രാധാന്യത്തോടും ഗൗരവത്തോടും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ ഓരോ ചുവടും അത്രത്തോളം സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച് മാത്രമേ മുന്നോട്ട് വെക്കുകയുള്ളൂ. KPCC യോഗങ്ങൾ ഇന്ന് നടക്കുമ്പോൾ ഏത് തരത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങൾ അത് ഏതൊക്കെ തരത്തിലാണ് ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന? ആര്യ, KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗമാണ് രാവിലെ 10 മണിക്ക് KPCC ആസ്ഥാനത്ത് KPCC അധ്യക്ഷൻ K സുധാകരന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്നത്. അഹമ്മദാബാദിൽ ചേർന്ന AICCയുടെ പ്ലീനറി സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചർച്ചകളടക്കം സംസ്ഥാനത്തെ നേതാക്കൾക്ക് വിശദീകരിക്കുക എന്നതാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി പാർട്ടി സ്വീകരിക്കേണ്ട മറ്റ് നിലപാടുകൾ, നയങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ ഇതെല്ലാം ചർച്ചയാകാനാണ് സാധ്യത. എന്തായാലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് KPCC ഒരു കോൺഗ്രസ് നേതൃത്വം ഒരു എക്സിക്യൂട്ടീവിനെ, അതായത് ഒരു പ്രത്യേക സമിതിയെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടി നിയോഗിക്കുകയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ ചുമതലയുള്ള
KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ AP അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പാർട്ടി നിയോഗിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ അനുമതി സൂചിപ്പിച്ച പോലെ ജോയിയും അതോടൊപ്പം തന്നെ ആര്യടൻ ഷൌക്കത്തും കടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇരുവരും അനൌദ്യോഗികമായി അവിടെ പ്രചാരണം തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. ഇതാണ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ ഒരു സമിതിയെ തന്നെ നിയോഗിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. പക്ഷേ അവിടെ ആര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും, ആരെ അനുനയിപ്പിക്കാനാകും എന്നതാണ് നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. കാരണം രണ്ടും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ്. ഒന്ന് ക്രൈസ്തവ സഭാ സമൂഹത്തിന്റെ പിന്തുണ VS ജോയിക്കുണ്ട് എന്ന് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ആര്യടൻ ഷൌക്കത്തിന് കഴിയുമെന്ന് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഈ സമവായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുന്നത്. ഈ രണ്ടു പേർക്ക് പുറമെ മറ്റേ ആരെങ്കിലും പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ അടക്കം ഒരു തീരുമാനം ഈ സമിതിയായിരിക്കും എടുക്കുക. എന്തായാലും മലപ്പുറത്ത് സ്വീകാര്യതയുള്ള ഒരു പൊതുസമ്മതനെ അവിടേക്ക് മത്സരിപ്പിക്കണം അനുനയ നീക്കത്തിന്റെ ഭാഗമായി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCCയിലെ ഒരു വിഭാഗം ഭാരവാഹികൾ KPCC അധ്യക്ഷരെയും സംസ്ഥാനത്തെ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും നേരിൽ കണ്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ആയിരിക്കും ഈ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയമടക്കം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുക. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ തലവേദനയായി മാറുകയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അനുമോദിലേക്ക് ഒരിക്കൽ കൂടി. അനുമോദ്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PV അൻവറിന്റെ UDF പ്രവേശനമാണ്. ഈ PV അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു തുറുപ്പുചീട്ടാക്കാൻ UDF ശ്രമിക്കുമോ? എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ PV അൻവറിന്റെ രാഷ്ട്രീയത്തെ കൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ടി വരിക? മാത്രമല്ല അതിനോടൊപ്പം കൂടി ഈ ഇടതുപക്ഷത്തിന്റെ മനസ്സിൽ ഉള്ള പേര്, അത് ഒരു സ്വതന്ത്രരിലേക്ക് എത്തുമ്പോൾ അത് ഏതെങ്കിലും പേരുകൾ അവർ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ടോ? ഒരു സൂചന എന്ന വണ്ണം എങ്കിലും. ആര്യ, PV അൻവറിന്റെ സ്വാധീനം അത് മണ്ഡലത്തിൽ ഫലത്തിലേറെ നിർണായകമാണെന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അറിയാം. UDFനാണ് അതിപ്പോൾ കുറച്ചുകൂടി അനുകൂലമായുള്ള സാഹചര്യം. കാരണം MLA എന്ന നിലയ്ക്ക് അൻവർ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സ്വന്തം നിലയിലുണ്ടാക്കിയ എടുത്ത ഒരു വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് ഒറ്റയ്ക്ക് ഒരുപക്ഷെ അൻവറിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെയും ജയിപ്പിക്കാൻ തോൽപ്പിക്കാൻ ഒരുപക്ഷെ അനുമോദിലേക്ക് നമുക്ക് തിരികെ എത്താം വരും നിമിഷങ്ങളിൽ. ഇപ്പോൾ മൈക്കിനൊരു ചെറിയ പ്രശ്നം സംഭവിക്കുന്നുണ്ട്, ഒരു കണക്ടിവിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അനുമോദിൽ നിന്ന് നമ്മൾ മടങ്ങുന്നത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജോമോൻ പുത്തമ്പുരയ്ക്കലും മറ്റ് 2 പേരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് KM എബ്രഹാം. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. കത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നിർണായകം. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നിർണായകം. എന്ത് പ്രതീക്ഷിക്കണം? മുൻ ഫയർഫോഴ്സ് മേധാവിയും വിജിലൻസ് തലവനുമായിരുന്ന ജേക്കബ് തോമസിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് KM എബ്രഹാമിന്റെ ഈ പരാതി എന്നാണ് പരോക്ഷമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിൽ ഒരു കൃത്യമായ സ്ഥിരീകരണമില്ല. ജോമോൻ പുത്തമ്പുരയ്ക്കലും ജേക്കബ് തോമസും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് KM എബ്രഹാമിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നൊരു നിലപാടിലാണ് അദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അടക്കം എടുത്ത ചില നിലപാടുകളുടെ പേരിൽ ജേക്കബ് തോമസുമായി വ്യക്തിപരമായി ഒരു ഭിന്നത ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് KM എബ്രഹാമിന്റെ വസതിയുടെ അളവെടുക്കാൻ പോയതും അത് വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് വഴിവെച്ചതുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഇവർ തമ്മിലുണ്ടായിരുന്ന ഈ ഭിന്നത അതിൽ ഒരു മുൻവൈരാഗ്യം എന്നവണ്ണമാണ്
ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്ന നിലപാടിലാണ് കെ എം എബ്രഹാം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിലവിൽ തുടരുകയാണ്. പക്ഷേ CBI അന്വേഷണത്തിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. താനായി രാജിവെക്കുന്നില്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നു അത് ചെയ്യുമെന്നാണ് കെ എം എബ്രഹാം വ്യക്തമാക്കുന്നത്. സർക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സിവിൽ സർവീസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു കെ എം എബ്രഹാം. അങ്ങനെ ഒരാളാണ് മുഖ്യമന്ത്രിക്ക് തനിക്കെതിരായി വരുന്ന ആരോപണങ്ങളിൽ IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒരുപക്ഷേ മുഖ്യമന്ത്രി ഈ പരാതി ഗൌരവമായി പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി അങ്ങനെ ഒരു അന്വേഷണത്തിന് ഒരു IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തീർച്ചയായും ഡാൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മുതലപ്പുഴയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സമരസമിതിയുമായി ഇന്ന് ചർച്ച നടത്തും. ഹാർബർ വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. താങ്ങുവല അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഴിമുഖത്ത് അനിശ്ചിതകാല കുടിൽ കെട്ടി സമരം ആരംഭിക്കും. ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധവും ഉണ്ടാകും. ഡാൻ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നമാണ്. അവർക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല, ഉപജീവനം നടത്താൻ കഴിയുന്നില്ല, പട്ടിണിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അവർ. സ്വാഭാവികമായും വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ആ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് മന്ത്രിതല ചർച്ച ഉണ്ടാകുന്നത്. ഈ ചർച്ചയെ മത്സ്യത്തൊഴിലാളികൾ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം രാവിലെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളുമായി ഉൾപ്പെടെ ചർച്ച നടത്തുക. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കളക്ടറേറ്റിൽ വെച്ചാണ് ഈ യോഗം പേരൂർക്കടയിൽ വെച്ച് ചേരുന്നത്. എന്തായാലും ഈ പ്രശ്നപരിഹാരത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുമ്പോട്ട് വെക്കും. അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകുമോ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ ഇന്നലെ അവിടെ മന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മത്സ്യബന്ധനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ എത്രയും പെട്ടെന്ന് കൂടുതൽ ട്രെയിനുകളും JCBകളും ഒക്കെ എത്തിച്ച് ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നതാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. പക്ഷേ നിലവിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് മുഴുവൻ അവിടെ നിന്ന് നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും പ്രശ്നപരിഹാരത്തിന് ഒരു നിർദ്ദേശം എടുക്കുക എന്നത് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വൈകുന്നേരം ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളുമായും മറ്റ് യൂണിയൻ ഭാരവാഹികളുമായി ഉൾപ്പെടെ നടക്കുന്ന ചർച്ചയിൽ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുമെന്നാണ് സൂചന. തീർച്ചയായും വലിയ പ്രതീക്ഷയോട് തന്നെയാണ് കാണുന്നത്. ഏകദേശം ഒരു ധാരണയിലേക്ക്, ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് നടക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാളിലെ മൂർഷിദാബാദ് ജില്ലയിൽ വഖഫ് നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് തീവ്രവാദ സംഘങ്ങളുടെ പിന്തുണ ലഭിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ ബംഗ്ലാദേശി തീവ്രവാദികൾ ഇടപെടലുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പങ്കും കേന്ദ്ര ഏജൻസികൾ ഗൌരവമായി പരിശോധിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള 2 തീവ്രവാദ സംഘടനകളായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, അൻസാറുള്ള ബംഗ്ലാ ടീം എന്നിവയിലെ അംഗങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്നാണ് വിവരം. മുർഷിദാബാദ് ജില്ലയിൽ 3 പേരാണ് അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സുതി, ധൂലിയൻ, ജംഗിപൂർ എന്നിവയുൾപ്പെടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സുതിയിലാണ് ആദ്യം പ്രതിഷേധമുണ്ടായത്. പോലീസ് സേന അവിടേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ 10 കിലോമീറ്റർ അകലെയുള്ള ഷംഷേർഗഞ്ചിൽ തീവെപ്പും അക്രമവും നടന്നു. മുർഷിദാബാദിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആട്ടിയോടിക്കപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വർഗീയ ആക്രമണങ്ങൾ, പോലീസ് നിഷ്ക്രിയത്വം എന്നിവയെക്കുറിച്ച് അഗ്നി സമാജ് നൽകിയ പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 221ആയി. ഹർഗോവിന്ദ് ദാസിന്റെയും മകൻ ചന്ദൻ ദാസിന്റെയും കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 2 പേരെ അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 12-ന് ദുലിയാനിയിലെ വീട്ടിൽ വെച്ചാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബങ്കറിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 9 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇഡി കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ഇഡി ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. എഐസിസി ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ഇഡി ഓഫീസിലേക്ക് എത്തും. ഇതിനിടെ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ ഇഡി ഇന്നും ചോദ്യം ചെയ്യും. MG മിഥുനാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 2 കേസുകളുണ്ടെന്ന് റോബർട്ട് വദ്രയ്ക്കെതിരായിട്ടുള്ള കേസ്. അതിൽ ഇന്നലെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഈ നാഷണൽ ഹെറാൾഡ് കേസാണ്. അതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതി ചേർത്തതിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഏത് തരത്തിൽ പ്രതിഷേധം കൊണ്ടുപോകുന്നു? ഈ രാഷ്ട്രീയ പകപോക്കൽ, ഇഡി ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമല്ലേ? അത് ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങും? ആര്യ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത്. രാജ്യവ്യാപകമായി ഇന്ന് ഇഡി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും. AICC ആസ്ഥാനത്ത് നിന്ന് രാവിലെ 11 മണിക്കാണ് പ്രവർത്തകർ ഇഡി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുക. പ്രതിഷേധ സൂചകമായി വലിയൊരു സമര പരിപാടിക്ക് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് സമര പരിപാടികൾ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2014 ഈ കേസിന് ആസ്പദമായി ബന്ധപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി BJP നേതാവ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഏകദേശം 2000 കോടിയോളം വിലമതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് കൈവശപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ഹർജി നൽകുന്നത്. അതിനുശേഷം 2021 ഇഡിയും CBIയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 2022 അന്ന് വലിയ രീതിയിൽ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 50 മണിക്കൂറിലധികം സമയം എടുത്തായിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം കഴിഞ്ഞ ആഴ്ച ഇഡി സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ 1-ാം പ്രതിയായി സോണിയാഗാന്ധിയും 2-ാം പ്രതിയായി രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് പുറമെ സാം പിട്രോദ ഒപ്പം തന്നെ സുമന്റെ എന്നിവരും പ്രതികളാണ്. ഏകദേശം 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും ഇവർ അവകാശപ്പെടുന്ന പോലെ തന്നെ യങ് ഇന്ത്യ കമ്പനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇഡിയുടെ നടപടി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഇവരെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി പ്രതികളാക്കിയതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് അരങ്ങേറുകയും ചെയ്യും. സംസ്ഥാനത്തെ ഇഡി ഓഫീസുകളിലേക്കാണ് മാർച്ച് നടക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ML Ju വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ സമരപരിപാടികൾ നടത്തുകയും ചെയ്യും. വൈകിട്ട് കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ശരി, MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ ജിസ്മോൾ തോമസിന്റെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. പിതാവ് ഉൾപ്പെടെ വിദേശത്തു നിന്നും എത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. അവരുടെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട്. പിതാവ് ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തിയായിരിക്കും തുടർ നടപടികൾ. ജിസ്മോൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അടുത്ത ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ, അത് നമുക്കുണ്ടാക്കിയ വേദന, അതുമായി മുമ്പാണ് സമാനമായ രീതിയിൽ തന്നെ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്യപ്പെടുന്നത്. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇവരെത്താനുണ്ടായ കാരണം അത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആര്യ, അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പലതരത്തിലുള്ള അന്വേഷണം, പലതരത്തിലുള്ള മൊഴിയെടുപ്പുകളൊക്കെ നടത്തി വരുന്നുണ്ട്. പക്ഷെ കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ടുള്ള മൊഴി ഇതുവരെയും ലഭിച്ചിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ എന്നുള്ള മൊഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാളുടെ ഭർത്താവിനെതിരെയൊന്നും കാര്യമായ പരാതികളൊന്നും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. എന്തായാലും നാളെയാണ് ഈ പിതാവ് നാട്ടിലെത്തുക, തോമസ് നാട്ടിലെത്തുക. അതിനുശേഷമായിരിക്കും കൂടുതൽ ഒരുപക്ഷെ പരാതികൾ ഒക്കെ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. ഇന്നലെ പല തരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഫാനിൽ കെട്ടി തൂങ്ങി ചാവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതല്ലാതെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം, അങ്ങനെ പലതുണ്ട്. ഇതെല്ലാം പരിശോധിക്കും ഇന്നത്തെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ. എന്തായാലും നിലവിൽ മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഏറ്റുമാനൂർ പോലീസ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
കരുനാഗപ്പള്ളി ആദിനാട് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് 3 പേരുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പുത്തൻകണ്ടത്തിൽ താര ജി കൃഷ്ണ, മക്കളായ ടി അനാമിക, ടി ആത്മിക എന്നിവരാണ് ഇന്നലെ മരിച്ചത്. ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഇപ്പോൾ ഈ കോട്ടയത്തെ സംഭവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ തന്നെ എത്തിയ മറ്റൊരു ആത്മഹത്യയുടെ നോവുന്ന വാർത്തയായിരുന്നു ഈ കൊല്ലത്തേത്. ആദിനാട് നടന്ന അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. എന്തായിരുന്നു ശരിക്കുള്ള ഒരു പ്രശ്നം? ഈ കുടുംബ പ്രശ്നമൊക്കെ ഒരുപാട് കാലമായി ഇവരെ അലട്ടിയിരുന്നു. ഈ ഭർത്താവ് ഉടൻ നാട്ടിലെത്തുമോ? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കുടുംബത്തിലെ 3 മൃതദേഹങ്ങൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് വിട്ടു നൽകും. അമ്മ 35 വയസ്സുള്ള താര, വയസ്സുള്ള അനാമിക, ആത്മിക എന്നിവരാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മക്കളെ ഒപ്പം നിർത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയാണ് ആത്മഹത്യക്ക് ശ്രമം നടത്തിയതും തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതും. ഏകദേശം 6 മണിയോട് കൂടിയാണ് ഈ താര മരിക്കുന്നത്. തുടർന്ന് 7 മണിയായപ്പോഴും 2 കുട്ടികളും മരിക്കുന്ന സാഹചര്യത്തിലേക്കായിരുന്നു എത്തിയതാര്യ. എന്തായാലും ഇവരുടെ കുടുംബ പ്രശ്നമാണ് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളുമായിട്ടുള്ള, അതായത് ഈ താരയുടെ ഭർത്താവിന്റെ വീടുമായിട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, വസ്തുതർക്കം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസിന് അത്തരത്തിലുള്ള ചില പരാതികൾ ലഭ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ താരയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പോൾ പോലീസുമായിട്ട് ചില ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പോലീസ് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ താരയുടെ ഭർത്താവ് ഇന്ന് പ്രവാസിയാണ്, വീട്ടിലേക്ക് മടങ്ങിയെത്താനിരിക്കെയാണ്. തുടർ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരത്തിലേക്ക് എത്താമെന്നുള്ളൊരു ഉറപ്പ് പോലീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഈ സംഭവത്തിന് ശേഷമാണ് താര വീട്ടിലേക്ക് എത്തുകയും മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് താര. എന്തായാലും ആര്യ, ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയിലേക്ക് എത്തുന്നു. കാരണം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് മൃതശരീരം ഏറ്റുവാങ്ങും. അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുക. കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്തണം. അതുപോലെ തന്നെ കൂടുതൽ മൊഴികൾ എടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ താരയുടെ ഭർത്താവ് നാട്ടിലെത്തുന്നതോടുകൂടി ഭർത്താവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ആര്യ, തീർച്ചയായും എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ഇന്നലെ ഉണ്ടായ 2 ആത്മഹത്യകളും കോട്ടയത്തും കരുനാഗപ്പള്ളിയിലും ഒരമ്മ 2 പിഞ്ചു മക്കളുടെ ജീവൻ കൂടി എടുത്ത ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഇത്തരത്തിൽ പല കേസുകളും കാണുമ്പോൾ, പല വാർത്തകളും വരുമ്പോൾ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല എന്നൊക്കെ. പക്ഷേ പല ആളുകളും ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ മനസ്സിന് ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ നേരിടാനോ മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ 2 ഈ പ്രശ്നങ്ങളോ, ഈ പറയുന്ന കുടുംബ പ്രശ്നങ്ങളോ വസ്തു തർക്കങ്ങളോ ഒന്നും ബാധിക്കാത്ത, അറിയാത്ത 2 പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് ഈ അമ്മമാര് ഇല്ലാതാക്കിയത് എന്നുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ മനസാന്നിധ്യം കൈവിടുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഒരുപാട് കൂടി വരുന്ന സാഹചര്യമാണ്. സർക്കാർ തലത്തിൽ തന്നെ ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധയും വേണം. ഇത്തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു വിപത്താണ് ഈ ലഹരി എന്നുള്ളത്. ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗവും മതമേലധ്യക്ഷന്മാരുടെ യോഗവും ഇന്ന് നടക്കുന്നുണ്ട്. രാവിലെ 11:30 മതമേലധ്യക്ഷന്മാരുടെ യോഗം. വൈകിട്ട് 3:30 സർവകക്ഷി യോഗവും ചേരും. 2 യോഗങ്ങളും ഓൺലൈനായിട്ടാണ് ചേരുക. യോഗങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കും. വടക്കൻ പറവൂർ സ്വദേശി MR അജയനാണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണം എന്നാണ് ആവശ്യം. CMRL, എക്സാലോജിക്, ശശിധരൻ കർത്ത, CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റ് എതിർകക്ഷികൾ. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് CPM ജില്ലാ സെക്രട്ടറി ആയതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുകയാണ്. രാഗേഷിന്റെ പകരക്കാരനെ ഉടൻ തീരുമാനിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണ നിഴലിലുള്ള ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാകേഷിന്റെ പകരക്കാരനായി ആരുവരും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ റോളില്ലെന്നും മുഖ്യമന്ത്രിയാണ് ആളെ നിർദ്ദേശിക്കേണ്ടത് എന്നുമാണ് CPMന്റെ നിലപാട്.
രാകേഷിന് പകരം രാഷ്ട്രീയ നിയമനം തന്നെ ഉണ്ടാകണമെന്നുമില്ല. MV ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ ആദായ നികുതി കമ്മീഷണറായിരുന്ന R മോഹനനാണ് പകരമെത്തിയത്. അത്തരത്തിൽ ഭരണപരിചയമുള്ള ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ ആഴ്ച തന്നെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വലിയ പരാതിയാണ് CPM-നുള്ളിൽ ഉള്ളത്. അതിനാൽ ഓഫീസിൽ സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യവുമുണ്ട്. മുഖ്യമന്ത്രി അനുകൂലമെങ്കിൽ രാകേഷിന്റെ മാറ്റം അതിനുള്ള വഴിയൊരുക്കും. ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെ മാറ്റാനുള്ള സാധ്യതയും ഏറെയാണ്. രാജിവെക്കില്ലെന്നും മുഖ്യമന്ത്രിയാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും കഴിഞ്ഞ ദിവസം എബ്രഹാം പ്രതികരിച്ചിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണം നേരിടുന്നയാളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാന പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന വാദം ശക്തിപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷത്തിൽ താഴെ മാത്രമാണ് ബാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മാറ്റം വരുത്തി നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും ഓഫീസിനെ കൂടുതൽ ജനകീയമാക്കാനും ഇതാണ് മികച്ച അവസരം എന്ന് കരുതുന്നവർ CPM-ലും ഏറെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വാതന്ത്ര്യ സമര സേനാനി സർ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം ചർച്ചയാവുകയാണ്. കോൺഗ്രസ് ചേറ്റൂരിനെ ലജ്ജാകരമായ രീതിയിൽ മറന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ കഥ പറയുന്ന ചലച്ചിത്രം പുറത്തിറങ്ങാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ഏക മലയാളി വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ഓർമ്മകൾ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. ചേറ്റൂരും അംബേദ്കറും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഗാന്ധി കുടുംബത്തെ മാത്രം നേതാക്കളായി ഉയർത്തിക്കാണിക്കുന്നതിന് മറ്റുള്ളവരുടെ സംഭാവനകളെ കോൺഗ്രസ് മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നും പ്രധാനമന്ത്രി. शंकरन नायर का नाम नहीं सुना होगा, लेकिन आजकल इनकी बहुत चर्चा हो रही है. शंकरन नायर जी एक प्रसिद्ध वकील थे और उस जमाने में 100 साल पहले अंग्रेजी सरकार में बहुत बड़े पद पर विराजमान थे. वो सत्ता के साथ रहने का सुख, चैन, मौज सब कुछ कमा सकते थे. ചരിത്രത്തിൽ നിന്ന് ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് തുടച്ചു നീക്കിയത് ലജ്ജാകരമാണെന്ന വിമർശനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഉന്നയിച്ചിരുന്നു. ചേറ്റൂർ കൂടുതൽ പരിഗണന അർഹിക്കുന്നുവെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാവ് ശശി തരൂരും എക്സിൽ കുറിച്ചിരുന്നു. ഇതോടൊപ്പമാണ് പ്രധാനമന്ത്രിയുടെയും വിമർശനം. 1919 ഏപ്രിൽ 13 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ഏക ഇന്ത്യക്കാരനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർ ആ സ്ഥാനം രാജിവെച്ചു. 1992 തന്റെ പുസ്തകത്തിൽ കൂട്ടക്കൊല നടന്ന സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന മൈക്കിൾ ഒഡയറിനെ വിമർശിച്ചു. അതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടു. അക്ഷയ് കുമാർ അഭിനയിച്ച കേസരി ചാപ്റ്റർ 2 എന്ന സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകൾ വീണ്ടും രാജ്യത്ത് ചർച്ചയാകുന്നത്. താൻ അവതരിപ്പിക്കുന്ന ചരിത്രപുരുഷനെ ആദരിച്ചതിന് പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞ അക്ഷയ് കുമാർ ഹരിയാനയിൽ മോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് എക്സിൽ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.